അറിയാറുണ്ട്. സൂര്യോദയം വരെ ശനിയാഴ്ചയും അറിയാറുണ്ട്. മറ്റു ദിവസങ്ങളിൽ അറിയാതെ വെള്ളിയാഴ്ച നിങ്ങൾ അറിയാനുള്ള കാരണം എന്താണ്? ഉടനെ ഖബറാളികൾ പറയുന്നു, ലിഫളിലി യൗമിൽ ജുമുഅ വഅളമതിഹി, വെള്ളിയാഴ്ചയ്ക്ക് അല്ലാഹു തആല നൽകിയ മഹത്വം കൊണ്ടാണ് അന്ന് സന്ദർശിക്കുന്ന ആളുകളെ വെരിഫൈ ചെയ്യുന്നു. അല്ലാത്ത സമയത്തും സന്ദർശിക്കുന്നവരെ ഖബറാളികൾ അറിയാറുണ്ടെന്ന് ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം ഇബ്നു മാജ പഠിപ്പിക്കുന്ന ഹദീസ് അത്തദ്കിറ ഫീ അഹ്വാലിൽ മൗതാ വൽ ആഖിറ എന്ന ഗ്രന്ഥത്തിൽ അതാ ഇമാമുൽ ഖുർത്തുബി രേഖപ്പെടുത്തുന്നു. അനവധി ഇമാമുകൾ പഠിപ്പിക്കുന്നു. അപ്പൊ വാപ്പാന്റെ ഖബറിന്റെ അടുക്കിലേക്ക് മക്കൾ ചെന്നാൽ, മക്കളുടെ ഖബറിന്റെ അടുക്കിലേക്ക് വാപ്പ ചെന്നാൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഖബറിന്റെ അടുക്കിലേക്ക് ചെന്നാൽ ഖബറാളികൾ അറിയുന്നു. വയസ്തഇനിസൂന ബിസിയാറതിഹിം, ബന്ധുക്കളുടെ സിയാറത്ത് കൊണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് നേരം പോക്കാണ്. അതുകൊണ്ട് റമളാൻ മാസത്തിൽ നമ്മുടെ ബന്ധുക്കളെ, മാതാപിതാക്കളെ, മരിച്ചുപോയവരെ സിയാറത്ത് ചെയ്യേണ്ട മാസമാണ്. വിശ്വാസികളെ വിട്ടുപോകണ്ട. ഈ ഗ്രന്ഥത്തിൽ തന്നെ കാണാം, എല്ലാ വെള്ളിയാഴ്ചയും ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മക്കളുണ്ട്. ആ മക്കൾ വരുമ്പോഴേക്ക് ഖബറാളികൾക്കും അയൽവാസികൾക്കും വലിയ സന്തോഷമാണ്. അപ്പൊ പറയാറുണ്ട്, ഓ പ്രിയപ്പെട്ട മോളെ അല്ലെങ്കിൽ കൂട്ടുകാരി, നിന്റെ മോൻ ഇന്ന് സിയാറത്തിന് വരുമല്ലോ, ഖുർആൻ ഓതുമ്പോ നമുക്ക് നേരം പോക്കാണല്ലോ എന്ന ആത്മീയ ലോകത്ത് അറവാഹകൾ തമ്മിൽ, ആത്മാക്കൾ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വാപ്പാനെ ഉമ്മാനെയൊക്കെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മറമാടിയിട്ട് തിരിച്ചിങ്ങ് നടന്നാ പോരാ. കഴിവതും വെള്ളിയാഴ്ച ജുമയ്ക്ക് അവിടെ കൂടുന്നവർ ഒന്ന് സിയാറത്ത് ചെയ്തേക്കണം. അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ നമ്മളൊന്ന് സിയാറത്ത് ചെയ്തേക്കണം. റമളാൻ മാസത്തിൽ എന്തായാലും ഒന്ന് സിയാറത്ത് ചെയ്യണം. 27 രാവ് വ്യാപകമായി സിയാറത്ത് നടക്കാറുണ്ട്. അത് മുൻകാലത്തെ നടന്നു വരുന്ന കാര്യമാണ്. അതുകൊണ്ടത് വിട്ടുപോകണ്ട. അതാ ഖബർ സന്ദർശിക്കുന്ന ആളുകളെ കൊണ്ട് ഖബറാളിക്ക് നേരം പോക്കാണ്. നീ നല്ല പുതുവസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണം കഴിക്കാൻ പെരുന്നാളിന് പോകുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പേരിൽ തക്ബീർ ചൊല്ലിയിട്ട് വാപ്പാന്റെ ഖബറിന്റെ അടുക്കിലേക്കൊന്ന് ചെന്നോ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, പണ്ട് കയ്യിൽ പിടിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് കുട്ടിപ്രായത്തിൽ നിസ്കരിക്കാൻ അറിയാഞ്ഞപ്പോ പുടവയും ഇട്ടുവന്ന് അത്തറും തേച്ചിട്ട് സഫിൽ പിടിച്ചു നിർത്തിയ വാപ്പ ഖബറിലാണ്. ഞാനിന്ന് എന്റെ മോനെയും കയ്യിൽ പിടിച്ചിട്ടാ വന്നത്. നാളെ അവനെന്റെ ഖബറിന്റെ അടുക്കൽ വരണമെങ്കിൽ ഞാൻ പെരുന്നാൾ സദ്യക്ക് മുമ്പ് എന്റെ വാപ്പാന്റെ ഖബറൊന്ന് സന്ദർശിക്കട്ടെ. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കൽബിൽ വന്നോട്ടെ. മോമിനീങ്ങളേത് സൽക്കർമ്മമാണ്. ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുന്നു. ഇന്ന് ആയത്ത് പറഞ്ഞിട്ട് അതിന്റെ ലളിതമായ ആശയം പറയാനേ കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ പിന്നീട് നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ പറയാൻ ഒരുപാട് കാലം അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തും നല്ല നിലയിൽ പഠിച്ച് അതനുസരിച്ച് ജീവിച്ച് നല്ല നിലയിൽ ദഅവത്ത് നടത്താൻ അല്ലാഹു നമുക്കും നമ്മുടെ സഹപാഠികൾ, നേതൃത്വം നൽകുന്നവർ, സഹകാരികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾ ദ്വാരക്കണം. സ്വാലിഹീങ്ങളായ ആളുകളുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് രക്ഷ കിട്ടാൻ. കാരണം എന്തേ? നമ്മുടെ മുൻഗാമികൾ എല്ലാത്തിനേക്കാളും ഈമാനിനെ വലുതായി കണ്ടവരാണ്. അതാ മഹാന്മാർ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഇന്ന് മഹദിയായ മുആദത്ത് ബിൻത് അബ്ദില്ലാ അൽ അദവിയ്യ അൽ ആബിദ അൽ ഖാനിത റളിയല്ലാഹു അൻഹാ മഹദിയെ കുറിച്ചുള്ള ചെറിയൊരു പരാമർശം പറയുകയാണ്. അവിടുന്ന് മഹദി പകൽ സമയമായാൽ പറയും, ഹാദാ യൗമി അല്ലദീ അമൂതു ഫീഹി, ഇന്ന് ഞാൻ മരിക്കുന്ന ദിവസമാണ്. അപ്പൊ എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഞാൻ ഇബാദത്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പകല് മുഴുവനും ഇബാദത്ത് എടുക്കുന്നു. വഇദാ ജാഅൽ ലൈലു, രാത്രിയായാലോ ഖാലത്ത് ഹാദിഹി ലൈലത്തി അല്ലതി അമൂതു ഫീഹാ, ഈ രാത്രി ഞാൻ മരിക്കുന്ന രാത്രിയാണ്.
അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി മുഴുവനും നിസ്കരിക്കുന്നു. വഅമൽ ലിആഖിറതിക കഅന്നക തമൂതു ഗദാ. നീ പരലോകത്തിന് വേണ്ടി അമൽ ചെയ്യുമ്പോ നാളെ മരിക്കുമെന്ന നിലക്കാണ് നീ ചെയ്യേണ്ടത്. വഇദാ ജാഅൽ ബർദു, നല്ല കൊടും തണുപ്പുള്ള സമയമായാൽ ലബിസതി സിയാബർ റിഖാഖ്, നല്ല വലിയ കട്ടിയില്ലാത്ത വസ്ത്രം ധരിക്കും. ഹത്താ യംനഅ അൽ ബർദ മിനൻ നൗമി, അവിടുന്നോ തണുപ്പ് കഠിനമായി വന്നു കഴിഞ്ഞാൽ ഹത്താ യംനഅ അൽ ബർദു മിനൻ നൗമി, തണുപ്പ് കഠിനമായി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ലല്ലോ. അതുകൊണ്ട് തണുപ്പിന്റെ സമയത്ത് കമ്പിളി ധരിക്കേണ്ടതിന് പകരം നൈസ് വസ്ത്രം ധരിച്ചിട്ട് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുന്നു. അങ്ങനെ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് മഹദി അവർകൾ ജീവിതം മുഴുവനും ഇബാദത്തെടുത്തു. അവസാനമോ അതാ ഒരു ദിവസം 100 ദിവസം ദിനരാത്രങ്ങൾ ഇബാദത്ത് കൊണ്ട് ജോലിയായി. കാനത്തു സല്ലി ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ, ഓരോ ദിവസവും അവിടുന്ന് രാപ്പകലുകളിൽ അവിടുന്ന് 600 റക്അത്ത് നിസ്കരിക്കുന്നു. അതിനനുസൃതമായി ഖുർആൻ പാരായണം ചെയ്യുന്നു. കണ്ണിലേക്ക് ഉറക്കം വരുന്നില്ല. നരകത്തിലെ അന്ധതയും അന്ധകാരവും പേടിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വൈലത്ത് ബിൻ അശിയം എന്ന് പറയുന്ന മഹദിയുടെ ഭർത്താവ് അവിടുന്ന് യുദ്ധക്കളത്തിലേക്ക് പോകുന്നു. പോകാനിറങ്ങിയപ്പോൾ മഹാനായ ആത്മീയ ഗുരുവായ സ്വൈലത്ത് ബിൻ അശിയമിനോട് പ്രിയ